അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു മാനവരാശിയുടെ മാർഗദർശനത്തിനു വേണ്ടി നൽകിയിട്ടുള്ള അവൻ്റെ വചനങ്ങൾ, ആ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, മുഖവരയായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകളെ സംബന്ധിച്ചാണ് ചുരുങ്ങിയ രൂപത്തിൽ ഒരല്പം ഭാഗങ്ങളായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഖുർആൻ ആകുന്ന അള്ളാൻ്റെ കലാം, അതിൻ്റെ ഒരു മഹത്വത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടതുണ്ട്. താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ആ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം അവരോട് പറയുമായിരുന്നു, ഇസ്മഉ ഇലാ ഖൗലി സ്വാദിഖ് മിൻ ഫൗഖി അർഷിഹി. 7 വാനലോകങ്ങൾക്കപ്പുറത്തുള്ള അർശിന് മീതെയുള്ള സത്യവാൻ്റെ വാക്കുകൾ അവന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. അള്ളാൻ്റെ ആ വചനങ്ങളോടുള്ള ബഹുമാനത്തെ അദ്ദേഹം അതുവഴി അവരെ പഠിപ്പിക്കുകയാണ്. ഏതാനും പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്രപഞ്ച പ്രതിഭാസം, ഗാലക്സികളിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ, അത് നമ്മൾ അത്യധികം അത്ഭുതത്തോടു കൂടെ നോക്കി നിന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിച്ച ചില ശബ്ദങ്ങൾ, ബ്ലാക്ക് ഹോളിൻ്റെ എല്ലാം ശബ്ദങ്ങൾ, അതെല്ലാം നമ്മളെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് നമ്മളെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കാനുള്ളൊരു കാരണം, ഒരിക്കൽ പോലും കണ്ണുകൊണ്ട് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ എത്തിപ്പെടാനോ കഴിയാത്തത്ര വിദൂരങ്ങളിൽ നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. അപ്പം അത് നമ്മളെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തെ മൊത്തം സംവിധാനിച്ചവൻ്റെ വാക്കുകൾ, ആ വചനങ്ങൾ, അതെത്ര അത്ഭുതത്തോടു കൂടെ നമ്മൾ ശ്രവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ 7 ഉപരിലോകങ്ങൾ, മൊത്തം വാനലോകങ്ങൾ അള്ളാഹുവിൻ്റെ അർശ, ആ സിംഹാസനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ മരുഭൂമിയിൽ ഒരു മോതിരട്ടതുപോലെയാണെന്ന് റസൂലുള്ളാഹി അതിനെ ഉപമിക്കുന്നുണ്ട്. അത്രയും ഭീമാകാരമായിട്ടുള്ള സൃഷ്ടിയാണ് അള്ളാഹിൻ്റെ അർഷ്. അർ റഹ്മാനു അലൽ അർഷി സ്തവ. ആ അർഷിൻ്റെയും ഈ വാനലോകങ്ങളുടെ എല്ലാം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിൻ്റെ ആ വാക്കുകൾ, ഒന്നുമല്ലാത്ത ദുർബലരായിട്ടുള്ള നമ്മുടെ നാവിൽ ഉരുവിടാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമല്ല, അത് അള്ളാഹു ചെയ്തെന്ന് ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ കാണാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അറാഫിൻ്റെ 143 മുതലുള്ള വചനങ്ങൾ. റബ്ബി അരിനി അൻദുറിലേക്ക്, അള്ളാഹു പറയുന്നുണ്ട്, ലൻ തറാനി, നിനക്കെന്നെ കാണാൻ സാധ്യമല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ആ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ, അള്ളാഹുവിൻ്റെ ആ ഒരു പ്രഭ വെളിപ്പെട്ട സമയത്ത് അവിടെയുള്ള ആ പർവ്വതം പൊടിഞ്ഞു പോയി എന്നുള്ളതാണ്. വഖറ മൂസ സുഐഖ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അബോധാവസ്ഥയിൽ അവിടെ വീണു എന്നുള്ളതാണ്. അതേസമയം ഉന്നതനായിട്ടുള്ള അവൻ്റെ ആ വാക്കുകൾ അവനെ അറിയാനും ഓർക്കാനും പാരായണം ചെയ്യാനും പഠിക്കാനെല്ലാം ഉതകുന്ന രൂപത്തിൽ അവൻ്റെ ആ വാക്കുകൾ നമ്മുടെ നാവിന് അള്ളാഹു എളുപ്പമാക്കി തന്നു എന്നുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാക്കി തന്നു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്, ലൗല അൻ യസ്റഹുല്ലാഹു അലാ ലിസാനി ആദമിയീൻ മസ്തത അഹദും മിനൽ ഖൽഖി അൻ യതകല്ലമ ബികലാമില്ലാ. അള്ളാഹിൻ്റെ വാക്കുകൾ നമ്മുടെ നാവുകൾക്ക് അവന് എളുപ്പമാക്കാതിരുന്നെങ്കിൽ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ അത് ഉച്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ ഒരു സംസാര ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന വിധം അവൻ്റെ വചനങ്ങളെ അവന് എളുപ്പമാക്കി തന്നു. അത് ഏറ്റവും വലിയൊരു കാരുണ്യമാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല. ചിന്തിച്ചൊക്കെ ഒരു അനോളജി, വലില്ലാഹി മസലുൽ അല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പരുന്തോ അല്ലെങ്കിൽ ഒരു ആടോ പശുവോ വന്ന് നമ്മളെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു പ്രഭാഷണം നടത്തുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കുകയാണെങ്കിൽ അത് തീർത്തും നമ്മൾ അത്ഭുതപ്പെടുത്തും, ഞെട്ടിക്കും. കാരണം മനുഷ്യനെ പോലെ സംസാരിക്കുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക എന്നുള്ളത് ഇത്തരം ജീവികളെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇത് രണ്ടും അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. നമ്മളും ആ പരുന്തും രണ്ടും അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. പക്ഷേ ആ 2 സൃഷ്ടികൾക്കിടയിൽ ഒരു അന്തരമുണ്ട്. അതുകൊണ്ടാണ് അതിന് നമ്മൾ ആ ഒരു സംസാരത്തെ അത്ഭുതമായിട്ട് കാണുന്നത്. 2 സൃഷ്ടികൾക്കിടയിലുള്ള അന്തരം, അതിനേക്കാൾ എത്രയോ ആണ് യഥാർത്ഥത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അന്തരം. അത് ആകാശഭൂമികളേക്കാൾ, അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര ഉന്നതിയിലാണ് സൃഷ്ടാവുള്ളത്. ആ സൃഷ്ടാവിൻ്റെ വചനങ്ങൾ, വാക്കുകൾ ഒന്നുമല്ലാത്ത സൃഷ്ടികളായിട്ടുള്ള നമ്മുടെ നാവിന് വഴങ്ങുക അല്ലെങ്കിൽ നമുക്ക് ഉരുവിടാൻ സാധിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അത് അള്ളാഹു നമുക്ക് നൽകിയ കാരുണ്യമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി
ഫഹൽ മിൻ മുദ്ദക്കിർ. അപ്പം അതിൻ്റെ ആ ഒരു മഹത്വം കാരണമാണ് ആ വാനലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ. റസൂലുള്ളാഹിയുടെ ഒരു ഹദീസിൽ അത്വത്തി സമാ, ആകാശലോകത്ത് ഒരു വിരൽ വെക്കാൻ കഴിയാത്ത വിധം അത്രയേറെ തിങ്ങി നിറഞ്ഞ മലക്കുകളുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ ലൈവായിട്ട് റസൂലുള്ളാഹിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ആ വഹി ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത്, ആ വഹിയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകുന്ന സമയത്ത്, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇദാ തകല്ലമ അല്ലാഹു ബിൽ വഹി, അള്ളാഹു ആ വഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുന്ന സമയത്ത് വാനലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ അവരൊന്നടങ്കം ഭയാനകരായിട്ടുള്ളൊരു ശബ്ദം കേൾക്കും. കജറി സിൽസിലത്തി അല സ്വഫ, പാറയിൽ ചങ്ങല വലിക്കുമ്പോഴുള്ള, അതായത് ആ ക്ലാങ്ങിങ്, ആ ചെലമ്പൽ ശബ്ദം, ആ ചങ്ങലയുടെ ചെലമ്പൽ ശബ്ദത്തിന് സമാനമായിട്ടുള്ളൊരു ശബ്ദം വാനലോകത്തുടനീളം മുഴങ്ങുമെന്നുള്ളതാണ്. ആ ഭയാനകരായിട്ടുള്ള ആ ശബ്ദം, ആ മുഴക്കം കേട്ട് മലക്കുകൾ ഒന്നടങ്കം ബോധരഹിതരാകുമെന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് തിരിച്ചു വരുന്നത് വരെ. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ആ ബോധം തിരിച്ചു കിട്ടും, അവരുടെ ആ ഭയം മാറും. ശേഷം അവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമോട് ചോദിക്കും, മാതാ ഖാല റബ്ബുക്ക്, എന്താണ് നമ്മുടെ റബ്ബ് പറഞ്ഞത്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയും, അൽ ഹക്ക്, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫയുനാദൂന അൽ ഹക്ക് അൽ ഹക്ക്, അവർ ഒന്നടങ്കം ആ സത്യം അവർ ഉറക്കെ വിളിച്ചു പറയും എന്നുള്ളതാണ്. ഇതാണ് ഒരു ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുടനീളം, അനുഭവത്ത് കാലഘട്ടം 23 വർഷത്തോളം വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് ആ വഹി ലൈവായിട്ട് അവിടെ തുടരായിരുന്നു. അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം പ്രസിദ്ധമായിട്ടുള്ള സംഭവം, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അവരൊരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവരെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തെത്തിയ സമയത്ത്, പ്രായം ചെന്ന സ്ത്രീയാണ്, അവർ നിയന്ത്രണം വിട്ട് അവർ കരയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് കരയുന്നത്? കാരണം റസൂലുള്ളാഹ് ഇപ്പോൾ, അതായത് നേരത്തെ നമ്മളോടൊപ്പം ഉള്ളതിനേക്കാൾ നല്ല അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, പിന്നീട് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? അപ്പോൾ അവരതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, മാ അബ്കി അല്ല അകൂന അലമു മാ ഇൻദല്ലാഹി ഖൈറുൻ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് നമ്മളോടൊപ്പം ഉള്ളതിനേക്കാൾ അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള പദവി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്, അതറിയാഞ്ഞിട്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് വലാകിൻ അബ്കി അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ, റസൂലുള്ളാഹിൻ്റെ ആ വഫാത്തോടുകൂടെ ആ വാനലോകത്ത് നിന്നുള്ള ആ വഹി നിലക്കാണ്, ആ വഹിൻ്റെ നിലക്കാത്ത പ്രവാഹം ആ വഫാത്തോടു കൂടെ നിലക്കാണ്, ആ ചങ്ങല മുറിഞ്ഞു, അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അവർ മറുപടി പറയുകയാണ്. ആ ഒരു മറുപടി കേട്ട സമയത്ത് കൂടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവരോടൊപ്പം ചേർന്ന് കരഞ്ഞു എന്നുള്ളതാണ് സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസാണ്. അല്ലാഹുവിൽ നിന്നുള്ള ആ വഹി അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ലാൻഡ് ചെയ്യുകയാണ്. ശേഷം അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഹൃദയത്തെ നമ്മൾ ആ ഖുർആനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളും ആ ചങ്ങലയുടെ ഒരു കണ്ണിയായിട്ട് മാറാണ്. അതിൻ്റെ ഒരറ്റം അള്ളാഹുവിങ്കലാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹു അവൻ്റെ ആ ഗ്രന്ഥത്തെ ഹബ്ലുല്ലാ, അള്ളാഹുവിൻ്റെ കയറെന്നെല്ലാം വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു പണ്ഡിതൻ സലാം ഇബ്നു മൈമൂൻ അൽ ഖവാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നുണ്ട്, ഖുൽതു ലി നഫ്സി, ഞാൻ എൻ്റെ മനസ്സിനോട്, ഞാൻ സ്വയം എന്നോട് തന്നെ പറയാറുണ്ട്, യാ നഫ്സി ഇഖ്റഇൽ ഖുർആനക അന്നകി സമിഅതി അവ്വല മാ തകല്ലമ ബിഹില്ലാ, അള്ളാഹു ആദ്യമായിട്ടത് സംസാരിച്ച സമയത്ത് അത് നീ കേൾക്കുന്നത് പോലെ ആ ഖുർആനെ നീ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതായത് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടെ ഭക്തിയോടുകൂടെ നീ അതിനെ സമീപിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്യുന്ന സമയത്ത്, അള്ളാഹു ആദ്യമായിട്ടത് നൽകിയ സമയത്ത് കേൾക്കുന്നത് പോലെ നിങ്ങൾ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹലാവത്ത്, അതിൻ്റെ ആ ഒരു മാധുര്യം നിങ്ങൾക്ക് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ 70-ലധികം സൂറത്തുകൾ റസൂലുള്ളാഹിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട് മനപ്പാടാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി നൽകും, ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് നൽകും, അത് റസൂലുള്ളാഹിൽ നിന്ന് നേരിട്ട് ആ ഫ്രഷായിട്ട് അത് ഡയറക്റ്റായിട്ട് ഞാനത് കേട്ടു പഠിച്ചു എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തലമുറകളായിട്ട് ആ ഹൃദയങ്ങളിലൂടെ ആ ഖുർആൻ്റെ സന്ദേശം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ ഗ്രന്ഥം നശിപ്പിച്ചാലും ആ മനുഷ്യരുള്ള കാലത്തോളം ആ ഖുർആൻ അത് ഭൂമിയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. കാരണം അത് സംരക്ഷിക്കപ്പെട്ടത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. ബൽഹുവ ആയാത്തും ബയ്യനാത്തും ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം, അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നുണ്ട്.
അത് മനുഷ്യ ഹൃദയങ്ങളിലാണ് അത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം അത് ബൈബിളാണ്. നമുക്കറിയാം, ബില്യൺ കണക്കിന് കോപ്പികളാണ് വർഷാവർഷവും അത് വിറ്റഴിക്കുന്നത്. ലോകത്ത് 3000 അല്ലെങ്കിൽ 4000-ഓളം ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം ബൈബിൾ മുഴുവനായിട്ട് മനപ്പാടാക്കിയിട്ടുള്ള എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അറിവിൽ, അതായത് വിരലെണ്ണാവുന്ന ആളുകൾ ഉണ്ടെങ്കിലായി. അതേസമയം ഒരു 10 ആളുണ്ടെന്ന് സങ്കല്പിക്കുക. അത് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രാമത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വില്ലേജിൽ തന്നെ അതിൻ്റെ 10 ഇരട്ടി നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഗസ എന്നുള്ള ഒരു ചെറിയ ഒരു പ്രദേശത്ത് തന്നെ 13,000-ഓളം ഹഫാദുകൾ, അവിടെ ഹാഫിദുകളായിട്ടുള്ള ആളുകളുണ്ടെന്നല്ല ഉള്ള റിപ്പോർട്ട് നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടാവും. അത്രയേറെ ജനഹൃദയങ്ങളിലാണ് ആ ഖുർആൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാനില്ലാത്ത മഹത്വമാണത്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 41-42 വചനങ്ങളിൽ അള്ളാഹു ഖുർആനെ സംബന്ധിച്ച് ഇന്നഹു ലകിതാബുൻ അസീസ്, ആ ഒരു ഗ്രന്ഥത്തിൻ്റെ വലിയ മഹത്വത്തെ സംബന്ധിച്ച് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണെന്നെല്ലാം അള്ളാഹു അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം അടുത്ത ആയത്തിൽ ലാ യഅ്തിഹിൽ ബാത്തുലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, അതിൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയൊന്നും ഒരിക്കലും അതിലേക്ക് ആ ബാത്തുല്, അബദ്ധങ്ങൾ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ, തെറ്റുകൾ അതൊരിക്കലും കടന്നുകൂടില്ല എന്നുള്ളതാണ്. അതിലേക്ക് ഒരാൾക്കും അതിനെ കൂട്ടാനോ കുറക്കാനോ കഴിയാത്ത വിധം, അത് ഭൂതകാലത്ത് സംഭവിച്ചിട്ടില്ല, ഇനി ഭാവിയിലും സംഭവിക്കാൻ പോകുന്നില്ല, ആ രൂപത്തിൽ അതിനെ അള്ളാഹു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂറത്തുൽ ഹിജ്റിൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ അള്ളാഹു പറയുന്നുണ്ട്, ഞാനാണ് ആ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിങ്കിൽ നിന്നല്ലായിരുന്നെങ്കിൽ സൂറത്തു നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂഹു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അത് അള്ളാഹുവിങ്കിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. 1400 അല്ലെങ്കിൽ 1500 വർഷം മുമ്പുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഇത്ര പെർഫെക്റ്റായിട്ട് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇതേ രൂപത്തിൽ മറ്റൊരു ഡോക്യുമെൻറ്റും സംരക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല. ഇപ്പോൾ ഒരാൾക്കും ഒരു അക്ഷരം പോലും മാറ്റാൻ കഴിയാത്ത വിധം അള്ളാഹു ഖുർആനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഖുർആനെ ഒരാൾക്കും മാറ്റാൻ സാധ്യമല്ല, അതേസമയം ഏതൊരു ഹൃദയത്തെയും ഖുർആന് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് മുൻധാരണകളില്ലാതെ ആ സന്മാർഗം അറിയാനുള്ള ദാഹത്തോടുകൂടെ ഖുർആൻ്റെ മുമ്പിലേക്ക് ഹൃദയത്തെ തുറന്നു വെക്കുന്ന ഏതൊരാളെയും ആ ഖുർആൻ മാറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആദ്യത്തെ വചനത്തിൽ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, മനുഷ്യരെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു ആ ഗ്രന്ഥം നിങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. എത്ര ഇരുട്ട് പിടിച്ച ഹൃദയത്തിൽ വെളിച്ചത്തേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ആ ഗ്രന്ഥം മാർഗദർശനത്തിന് വേണ്ടി അള്ളാഹു മനുഷ്യരാശിക്ക് നൽകി എന്നുള്ളതാണ്.